വി എസ് നാളെ ഈ ലോകത്തില്ലെങ്കിൽ എൻ്റെ സമര പോരാട്ടങ്ങളുടെ വീര്യവും ഊർജവും കുറയുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അതിലൊരു വള്ളിപുള്ളി വ്യത്യാസം ഇല്ലാതെ വി എസ് അവിടെ അത് പറയും. അങ്ങനെ എന്ത് സംഭവിച്ചു? 2001 തെരഞ്ഞെടുപ്പിൽ മുന്നണി തോറ്റു, വി എസ് ജയിച്ചു. ഇരകൾക്കൊപ്പം നിന്ന് ഇരകൾക്ക് വേണ്ടി സമരം ചെയ്യണം. ഇതാണ് വി എസ് ആദ്യം എന്നോട് പറഞ്ഞത്. ആ ഒരു കാഴ്ചപ്പാടാണ് 5 വർഷവും വി എസ് പിന്തുടർന്നത്. മതി കെട്ടാൻ പൂയം കൂട്ടി. എനിക്ക് ആ പ്രതിപക്ഷ നേതാവിനോട് പരമപുച്ഛം തോന്നാനുള്ള കാരണം ഞാൻ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷ നേതാവിനോട് ജോലി ചെയ്തുകൊണ്ടാണ്. ആരാണ് പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് നിർദ്ദേശിച്ചത്? നടത്താൻ വി എസ് ആണ്. വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു ഹിമാലയൻ മണ്ടത്തരം, ഒരു ഹിമാലയൻ ബ്ലണ്ടർ, ഒരു ആന മണ്ടത്തരം അതായിരുന്നു എന്നുള്ളതല്ല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വി എസ്, ഈ രണ്ടക്ഷരം ഒരു ഇതിഹാസ രാഷ്ട്രീയ നേതാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. വി എസ് അച്യുതാനന്ദൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കാത്ത, ഒഴിവാക്കാൻ സാധിക്കാത്ത നേതാവ്, വ്യക്തിത്വം, അതാണ് വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ സംസാരിക്കാം. അദ്ദേഹത്തോടൊപ്പം ഒട്ടേറെ പോരാട്ടങ്ങളിൽ നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ, അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ്, അദ്ദേഹം വർത്തമാനകാല രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് എല്ലാവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രത്യക്ഷമായ ടെലിവിഷൻ ചർച്ചകളിലോ ഒന്നും തന്നെ വരുന്നില്ല എങ്കിൽ പോലും എല്ലാവരുടെ മനസ്സിലേക്കും വി എസ് കടന്നു വരികയാണ്. പോരാട്ട വീര്യത്തിൻ്റെ, സത്യസന്ധതയുടെ, കമ്മ്യൂണിസത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം വരികയാണ്. വർത്തമാനകാല രാഷ്ട്രീയമാണ് അതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നത്. അങ്ങ് ഒട്ടേറെ പോരാട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാണ് വി എസിനെ ആദ്യമായി കാണുന്നത്? ഇതിൽ ഞാൻ 1996-2021 കാലഘട്ടത്തിൽ വിഖ്യാത സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള പ്രൊഫസർ IS ഗുലാട്ടി, അദ്ദേഹം സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഗുലാത്തി എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും വി എസിൻ്റെ ഒരു വലിയ ആരാധകനായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ വി എസ് LDF കൺവീനറാണ്, പ്രതിപക്ഷ നേതാവ് പോലുമല്ല. അപ്പോൾ പക്ഷേ ഗുലാട്ടി അച്യുതാനന്ദൻ വി എസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണെന്ന് പുറത്തുള്ള ആളുകൾക്കും അറിയില്ല. ഗുലാട്ടി എന്ന് പറഞ്ഞാൽ വളരെ സബ്മിസീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ഒരാളായിരുന്നു ഗുലാട്ടി. അപ്പോൾ ഗുലാട്ടിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പം എന്നോട് സാറ് പറയും, ഷാജാൻ, വൈ ഡോണ്ട് വി മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ വി എസ്? ശരി സാർ. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അന്ന് ബാങ്കുകളുടെ വായ്പാ നിക്ഷേപ അനുപാതം കുറയുന്നു, അതിനെതിരെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. ഗുലാത്തി സാറുമായിട്ട് സംസാരിച്ച് ഇംഗ്ലീഷിൽ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ തന്നെ തയ്യാറാക്കി അദ്ദേഹത്തെ കാണിക്കും, അദ്ദേഹം അത് കറക്റ്റ് ചെയ്യും. എന്നിട്ട് ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്യും. തർജ്ജമ ചെയ്തിട്ട് അന്ന് വി എസ് ഉദാരശിരോമണി റോഡിലാണ് താമസിക്കുന്നത്. ഉദാരശിരോമണി റോഡിൽ കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് അത് പത്രത്തിൽ കൊടുക്കും. അങ്ങനെ ആഴ്ചയിൽ ഒരു 2-3 പ്രസ്താവനകളെങ്കിലും വി എസിൻ്റേതായിട്ട് ഗുലാത്തി സാറ് പറഞ്ഞനുസരിച്ച് ഞാൻ എഴുതി തർജ്ജമ ചെയ്ത് വി എസിൻ്റെ ഉള്ളിൽ കൊടുക്കും. അങ്ങനെയാണ് വി എസുമായിട്ട് അടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ആഴ്ചയിൽ 2 3-4 വി എസ് പത്രത്തിൽ പ്രസ്താവന കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് വലിയ വാർത്തയായിട്ട് ഒരു വി എസ് ഡിക്ലെയർസ് വാർ ഓൺ ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് വരും. പിന്നെ വി എസിന് വേണ്ടി ലേഖനം എഴുത്ത് ചെയ്യുമായിരുന്നു. ഗുലാത്തി സാറ് തന്നെ നമുക്കൊരു ലേഖനം എഴുതി കളയാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സഹായിച്ച് ചെയ്യുമായിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന് വായിക്കും, വി എസ് അത് പത്രത്തിൽ കൊടുക്കും. അങ്ങനെയാണ് വി എസുമായിട്ട് അടുക്കുന്നത്. യഥാർത്ഥത്തിൽ വി എസുമായിട്ടുള്ള എൻ്റെ അടുത്ത സഹവാസത്തിന് ഒരർത്ഥത്തിൽ കേരളകൗമുദിക്ക് ഒരു റോൾ ഉണ്ടെന്നില്ലല്ലോ പറയേണ്ടി വരും. അങ്ങനെ 2001 മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. 2001 തെരഞ്ഞെടുപ്പിനൊക്കെ 2-3 മാസം മുമ്പ്
ഞാൻ ഒരു ദിവസം രാത്രി പ്ലാനിംഗ് ബോർഡിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ബി സി ജോജോ, അദ്ദേഹം ഇന്നില്ല, അന്തരിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹമാണ് അന്ന് വി എസിൻ്റെ ഏറ്റവും അടുത്ത സഹകാരി. ഈ പാമുലിൻ അഴിമതി, ഗ്രാഫൈറ്റ്, അതിനെല്ലാം വി എസിനെ സഹായിച്ചുകൊണ്ടിരുന്ന ജോജോയായിരുന്നു. അപ്പോൾ ജോജോയായിട്ട് ഞാൻ അടുത്ത ബന്ധമായിരുന്നു. അപ്പോൾ ജോജോ ഒരു ദിവസം രാത്രി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഷാജാന് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകാണല്ലോ, അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ 2001 നയിക്കുന്നത് വി എസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, വി എസ് പിന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു പിന്നെ പ്രസംഗ പര്യടനം നടത്താൻ പോവാണ്. അപ്പോൾ ഞാൻ വി എസിനോട് പറഞ്ഞു, അതിനകത്ത് കാര്യങ്ങളൊക്കെ വി എസിന് പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഒക്കെ തരുന്ന ഒരാൾ വി എസിൻ്റെ കൂടെ കാറിലുണ്ടാവണം. അപ്പോൾ അതിന് ഷാജാന് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ കുറച്ചൊന്ന് ഞെട്ടി. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ജോജോ പോയി വി എസിനടുത്ത് പറയുന്നു, വി എസ് അത് സമ്മതിക്കുന്നു. അങ്ങനെ വി എസിനോടൊപ്പം ഈ കെ എം ഷാജാൻ എന്ന് പറഞ്ഞ് ഞാൻ കാറിൽ കയറുകയാണ് തിരുവനന്തപുരത്ത്. ശരിക്കും എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു സംഭവം ശരിക്കും അവിടെ തുടങ്ങുകയായിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വി എസിനൊരു 3-4 പ്രസംഗം കാണും ഒരു ദിവസം. അത് ചിലപ്പോൾ ഒരെണ്ണം കാർഷിക മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം വ്യവസായ മേഖലയിലായിരിക്കും, ഒരെണ്ണം മത്സ്യമേഖലയിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം വി എസ് ഇപ്പോൾ ചോദിക്കുക, ഷാജാനെ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അത് വി എസ് പ്രസംഗിക്കും. അപ്പം ആ കാറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് വി എസ് അന്ന് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും കൂടാണ്. അപ്പോൾ കാറിൽ കയറുന്ന 2 ദിവസം എന്നോട് പറഞ്ഞു, ഷാജാനെ നമുക്ക് ഈ കാറിൽ 1 മാസം പരിപാടിയാണ്. അപ്പോൾ ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പിന്നെ പങ്ക്തി ദേശാഭിമാനിൽ നമുക്ക് ചെയ്യണം എല്ലാ ദിവസവും, വി എസിൻ്റെതായിട്ടൊരു പങ്ക്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ശരി, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വി എസിനോട് ചോദിക്കും, അന്ന് നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ച് എഴുതേണ്ടത്? അപ്പോൾ ഞാൻ വി എസിനോട് ഞാൻ പറയാം, ഇന്ന് നമുക്ക് മത്സ്യമേഖലയായിട്ട് ബന്ധപ്പെട്ട് എഴുതാം. അങ്ങനെ അത് സംസാരിച്ച് ധാരണയാക്കും. ഉച്ചയ്ക്ക് വി എസ് ഭക്ഷണം കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങുമ്പോഴത്തേക്ക് അപ്പുറത്തെ മുറിയിൽ ഞാൻ എഴുതും. വി എസ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അത് വി എസിനെ കാണിക്കും. വി എസ് കറക്റ്റ് ചെയ്യും, ഫാക്സ് ചെയ്യും. അങ്ങനെ 30 ദിവസം തുടർച്ചയായി വി എസിൻ്റെ കൂടെ യാത്ര ചെയ്യുക. അപ്പോൾ അന്നൊക്കെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രസംഗത്തിന് മുമ്പ് കുറച്ച് കണ്ടൻറ്റ് ഉള്ളടക്കം വി എസിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ കയറുമ്പോൾ നമ്മൾ സ്തംഭിച്ചു പോകും. കാരണം നമ്മൾ എന്താണോ പറഞ്ഞത് അതിലൊരു വള്ളിപുള്ളി വ്യത്യാസം ഇല്ലാതെ വി എസ് അവിടെ അത് പറയും. അങ്ങനെ എന്ത് സംഭവിച്ചു? 2001 തെരഞ്ഞെടുപ്പിൽ മുന്നണി തോറ്റു, വി എസ് ജയിച്ചു. അന്ന് ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള UDF ആണല്ലോ ജയിക്കുന്നത്. അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറഞ്ഞ് ഞാൻ സീഡിറ്റ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുകൊണ്ടുണ്ട്. അപ്പോൾ വി എസ് എന്നെ കാണാനായിട്ട് AK സെൻ്ററിൽ ചെന്നു. അപ്പോൾ വി എസ് ചോദിച്ചു, പിന്നെ സീഡിറ്റിലേക്ക് പോകുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പൊടുന്നതിനെ പറഞ്ഞു, അല്ല, എനിക്ക് വി എസിനോട് ജോലി ചെയ്യണം. പുള്ളി ഞെട്ടിപ്പോയി. ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് വി എസിനോട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാഫിൽ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ചോദിച്ചാൽ പറഞ്ഞാൽ അതേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എനിക്ക് അപ്പോയിൻ്റ് ഓർഡർ വരികയാണ്. അങ്ങനെയാണ് ഞാൻ വി എസിന് കൂടെ കൂടുന്നത്. കൂടി ആദ്യത്തെ ദിവസം തന്നെ എന്നെ കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് വിളിച്ചിട്ട് വി എസ് പറഞ്ഞെന്താണ്, ഈ ഇതുവരെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ പ്രവർത്തിച്ച പോലെ അല്ല നമുക്ക് പ്രവർത്തിക്കേണ്ടത്. ഞാൻ ചോദിച്ചാൽ എന്താ സഭ? അല്ല, അവരൊക്കെ ഈ പിന്നെ കൻ്റോൺമെൻറ്റ് ഹൗസിലൊരു പത്രസമ്മേളനം നടത്തുകയും പത്രക്കുറിപ്പ് ഇറക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്കതല്ല വേണ്ടത്. നമുക്ക് ഇരകൾ എവിടെയുണ്ടോ അവരുടെ അടുത്തേക്ക് പോകണം, ഇരകൾക്കൊപ്പം നിന്ന് ഇരകൾക്ക് വേണ്ടി സമരം ചെയ്യണം. ഇതാണ് വി എസ് ആദ്യം എന്നോട് പറഞ്ഞത്. ആ ഒരു കാഴ്ചപ്പാടാണ് 5 വർഷവും വി എസ് പിന്തുടർന്നത്. മതികെട്ടാൻ, പൂയംകുട്ടി, എൻഡോസൾഫാൻ, എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യാവകാശ പ്രശ്നം, ഇതിലെല്ലാത്തിലും ഇരകൾക്കൊപ്പം നിന്ന് സമരം ചെയ്യുന്ന ആ ഒരു ശൈലിയുണ്ടല്ലോ, ആ ശൈലിയിൽ നിന്നാണ് പിന്നെ ഒരു തുടക്കം. അത് പിന്നെ ആ 5 വർഷം എന്ന് പറയുന്നത് അതിനെ എങ്ങനെ വിശദീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആദ്യം ഈ വി എസിനെ ദൂരെ നിന്ന് കാണുന്നു, പിന്നീട് ലേഖനം എഴുതി പ്രസ്താവനകൾ എഴുതി കാണിക്കാൻ പോകുന്നു. അതിനുശേഷമാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് 30 ദിവസം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. അകന്ന് നിന്ന് കണ്ടപ്പോഴും അടുത്ത് അറിഞ്ഞപ്പോഴുമുള്ള വ്യത്യാസം, എങ്ങനെയുള്ള ഒരു നേതാവ്, എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം? എനിക്കറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റുമെന്ന്. കാരണം അതായത് 102 വയസ്സായി വി എസിന്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വി എസ് ഇപ്പോഴും പോരാട്ടത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന വി എസ് ഇപ്പോഴും പോരാടുക. എനിക്കതിനെ കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് പറയാൻ വയ്യ. പക്ഷേ വി എസ്
വി എസിൻ്റെ ഓരോ കോശങ്ങളും ഈ 102-ാം വയസ്സിലും പോരാട്ടത്തിലാണ്. അപ്പോൾ വി എസിനെ അടുത്ത് കണ്ടപ്പോൾ എന്താ തോന്നിയെന്നുള്ളതല്ല, വി എസ് എനിക്ക് എന്തായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാൻ ഞാനിപ്പോൾ ശ്രമിക്കുകയാണ്. കാരണം എന്നോട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഭാര്യ ഉൾപ്പെടെ എന്നോട് പറയുന്നത് 102 വയസ്സായില്ലേ, ഇങ്ങനെ 102 വയസ്സായ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നതിലും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്നോട് ഉപദേശ രൂപേണയും ഒക്കെ പലരും, പല രാഷ്ട്രീയ നേതാക്കന്മാരും സുഹൃത്തുക്കളും അവരൊക്കെ പറയുന്നുണ്ട് എന്നോട്. അതിനൊരു യുക്തി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം 102 വയസ്സായി. ഇപ്പോൾ വി എസിനെ പിന്നെ ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ പോലും വയ്യ. ഇപ്പോൾ ഞാൻ വി എസിനെ കാണാൻ ചെന്ന് വി എസിനെ എന്നെ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും പിന്നെ എൻ്റെ സുഹൃത്തുക്കളും അവരൊക്കെ പറയുന്നതല്ലേ ശരി എന്ന് തോന്നാം സ്വാഭാവികമായും, കാരണം 102 വയസ്സ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? സിംപ്ലി സ്പീക്കിംഗ് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്, ഞാൻ വി എസിനോട് ചേർന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചതും എൻ്റെ സമര പോരാട്ടങ്ങൾക്ക് വലിയ ശക്തിയും ഊർജവും എവിടുന്നായിരുന്നു ലഭിച്ചത് എന്ന് ഞാൻ ഇപ്പം തിരിച്ചറിയുകയാണ്. ഞാൻ ഇതുവരെ എൻ്റെ സമര പോരാട്ടങ്ങളിൽ ഞാൻ വിട്ടുവീഴ്ചയില്ലാതെ ഈ പറഞ്ഞ പോലെ ഞാൻ ആ സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമര പോരാട്ടത്തിനുള്ള ഊർജം, അതിൻ്റെ വീര്യം, അതേത് കേന്ദ്രത്തിൽ നിന്നാണ് വന്നത് എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. അത് വന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യനിൽ നിന്നാണ് ആ ഊർജം വന്നത് എന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. മനസ്സിലായോ? അപ്പോൾ എൻ്റെ സമര പോരാട്ടങ്ങൾക്കുള്ള എൻ്റെ ഊർജം, അതിൻ്റെ പ്രഭവ കേന്ദ്രം വി എസ് അച്യുതാനന്ദനായിരുന്നുവെങ്കിൽ വി എസ് ഉണ്ടാവണം എനിക്ക് ഭാവിയിലും. മനസ്സിലായില്ലേ? വി എസ് ഭാവിയിലുണ്ടെങ്കിലേ എനിക്ക് എൻ്റെ സമര പോരാട്ടത്തിനുള്ള ഊർജവും വീര്യവും എനിക്ക് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ വി എസ് നാളെ ഈ ലോകത്തില്ലെങ്കിൽ എൻ്റെ സമര പോരാട്ടങ്ങളുടെ വീര്യവും ഊർജവും കുറയുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് 102 വയസ്സായില്ല, അതുകൊണ്ട് വി എസ് എന്തിനെന്നുള്ള ചോദ്യത്തിനൊന്നും എനിക്കതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. ആരംഗീകരിച്ചാൽ വി എസിൻ്റെ കുടുംബാംഗങ്ങൾ അംഗീകരിച്ചാൽ പോലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന് കുടുംബാംഗങ്ങൾ അംഗീകരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചു 5 വർഷക്കാലം ജീവിച്ചുള്ളൂ. ആ മനുഷ്യൻ്റെ 70-75 വർഷത്തെ രാഷ്ട്രീയ പിന്നെ ജീവിതത്തിൽ വെറും 5 വർഷം മാത്രമാണ്. 5 വർഷം എന്ന് പറഞ്ഞാൽ ആ 75 വർഷത്തിൽ 5 വർഷം ഒന്നുമല്ല അല്ലേ? പക്ഷേ ആ 5 വർഷം എന്ന് പറയുന്നതായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ ജീവിതത്തിലെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ഒരു 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 പ്ലാറ്റ്ഫോം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ആ കാലഘട്ടത്തിൽ പാർട്ടി അയാൾക്കെതിരായിരുന്നു. പാർട്ടി പിണറായി വിജയൻ്റെ ഉരുക്കുമുട്ടിക്ക് കീഴിൽ ആയിരുന്നു പാർട്ടി. വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്ത് ചെയ്താലും അതിനെ വി എസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. 100% എല്ലാ കാര്യങ്ങളിലും. അതിപ്പോൾ മതികെട്ടാനാകട്ടെ, പൂയംകുട്ടിയാവട്ടെ, കൊക്കോളയുടെ വിഷയമാകട്ടെ, ഓൺലൈൻ ലോട്ടറി വിഷയമാകട്ടെ, വി എസ് ഏത് വിഷയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടെടുത്താലും അതിനെ അടിച്ചമർത്തുകയായിരുന്നു പിണറായി വിജയൻ എന്ന് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പോൾ വി എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് വി എസ് 2001-2006 കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പോരാട്ടം വി എസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വി എസിന് നിർണായകമായിട്ടുള്ള ഇൻപുട്സ് നൽകുന്ന ഒരു ജോലിയായിരുന്നു എൻ്റെ സുഹൃത്ത്. ഞങ്ങളന്ന് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നൊരു പി വേണുഗോപാലുണ്ട്, ഹിന്ദുവിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ വി എസിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയൊരു ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. അന്ന് എന്നോട് വേണു പറയുമായിരുന്നു, ഷാജാനെ വി എസ് ഒരു പ്ലാറ്റ്ഫോമാണ്, പ്ലാറ്റ്ഫോം. പക്ഷേ ആ പ്ലാറ്റ്ഫോമിൽ വി എസിന് വെടിമരുന്ന് കൊടുക്കുന്ന പണിയാണ് ഷാജാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത്തരം നിർണായകമായിട്ടുള്ളൊരു ജോലി ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ശരിക്കും വി എസിനെ വി എസ് ആക്കിയത് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ ഞാനതിനൊന്നും വില കൊടുക്കുന്നില്ല.
പക്ഷെ ഞാൻ പറയുന്നത് വി എസ് യഥാർത്ഥത്തിൽ വി എസ് ആയത് ആ 5 വർഷം കൊണ്ട് തപം ചെയ്താണ്. ആ 2001 2006 കാലഘട്ടമാണ് വി എസിനെ വി എസ് ആക്കിയത്. അതിനുശേഷം വി എസ് 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, അതിനുശേഷം ഒരു 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ വി എസിനെ ഇപ്പോഴും ആളുകൾ നെഞ്ചേറ്റുന്നത്, വി എസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സ് വിങ്ങുന്നത്, വി എസിനെ കുറിച്ച് പിന്നെ വി എസിനെ കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരു തവണ പോലും കാണാത്ത കെ എം ഷാജാൻ എന്ന് പറഞ്ഞ എൻ്റെ മനസ്സ് ഉൾപ്പെടെ വി എസിനെ കുറിച്ച് ഓർക്കുമ്പം വിങ്ങുന്നുണ്ടെങ്കിൽ അതിന് ആസ്പദമായിട്ടുള്ള പ്രവർത്തനം വി എസ് നടത്തിയത് 2001 2006 കാലഘട്ടത്തിലാണ്. 2001 2006 കാലഘട്ടത്തിൽ വി എസ് കാണിച്ചു കൊടുത്ത കാര്യങ്ങളുണ്ട്. അതൊന്നും ഇനി ഒരാൾക്കും കേരള സമൂഹത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് വി എസ് കാണിച്ചു കൊടുത്തു. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കണമെന്ന് കാണിച്ചു തന്നു. ഇനി ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവ്, ഇപ്പം നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട്, 62 വയസ്സുണ്ട്. എനിക്ക് ആ പ്രതിപക്ഷ നേതാവിനോട് പരമപുച്ഛം തോന്നാനുള്ള കാരണം ഞാൻ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷ നേതാവിനോട് ജോലി ചെയ്തുകൊണ്ടാണ്. ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ആ മനുഷ്യൻ കാണിച്ചു കൊടുത്തു. അന്ന് എൻ്റെ സുഹൃത്തുക്കളെന്നെ എല്ലാവരോടും പറഞ്ഞു, ഷാജാനെ പിണറായി എതിര്, ഇ.പി. ജയരാജനെതിര്, മറ്റേതെതിര്, അംബാനി എതിര്, മറ്റവനെതിര്, മറ്റേ യൂസഫ് അലി എതിര്, ഇവരെല്ലാവരും എതിര്, പിന്നെ എങ്ങനെ വി എസിനെ പിടിച്ചു വയ്ക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ, എടാ അതൊന്നും കുഴപ്പമില്ലടാ, ജനങ്ങളുണ്ട് വി എസിൻ്റെ കൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് പൂച്ചിക്ക് എന്താണ് നീ സുരേഷ് ഗോപി പറയുന്ന പോലത്തെ പിന്നെ ഇതാണോ നീ പറയുന്നത്, എന്താ നീ ക്ലിഷ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു. അവസാനം എന്ത് സംഭവിച്ചു? കേഡർ പാർട്ടിയിൽ, ആ പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായി ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റേണ്ടി വന്നു. ആർക്ക് വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി. മനസ്സിലായോ? അപ്പം അതിനനുസൃതമായിട്ടൊരു പ്രവർത്തനം നടത്തിയൊരു മനുഷ്യൻ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഫേസ്ബുക്ക് ഇതൊന്നുമില്ല, അവരാണ്ട് 1000-1200 പത്രപ്രസ്താവനകൾ അങ്ങനെ വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒരു 10-250 പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്ന് വിവരാവകാശം പോലും വന്നിട്ടില്ല. 10-250 പത്രസമ്മേളനം നടത്തി. ദേശാമാനിൽ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള നേരിനൊപ്പം എന്ന് പറഞ്ഞ കോളം എല്ലാ വ്യാഴാഴ്ചയും നിരന്തരമായി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ നിരന്തരമായി തയ്യാറാക്കി. അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അദ്ദേഹം പോകുന്ന പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസംഗങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ചിട്ടുള്ള കത്തുകളൊക്കെ ഞാനിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ എനിക്കത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിലൂടെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ 1200 പ്രസ്താവന എഴുതി. അത് ആർക്കൊക്കെ ഏതൊക്കെ വലിയ ശക്തികൾക്കെതിരെ എഴുതി. ഒരൊറ്റ പ്രസ്താവന പോലും അത് ഷാജാനെ നമുക്കിന്ന് വേണ്ട, അത് ശരിയാവില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായി? അപ്പോൾ അതുപോലൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ഇന്നും മനുഷ്യർ ഓർക്കുന്ന നിലയിൽ ഉരുത്തിരിഞ്ഞ ആ മനുഷ്യൻ വന്ന സമയത്ത് ആ മനുഷ്യൻ്റെ കൂടെ രാവും പകലും, രാവെന്നില്ലാതെ പകലെന്നില്ലാതെ, ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം 6 മണിയാകുമ്പോൾ വി എസ് നടക്കാൻ തുടങ്ങും. കണ്ടോണ്ടേഴ്സിന് മുമ്പിൽ നിന്ന് ആ ഗേറ്റ് വരെ ഏതാണ്ട് ഒരു 100 മീറ്ററോളമുണ്ട്. അപ്പോൾ ഒരു ടീഷർട്ട്, ഒരു കൈലി, ഷൂ, സോക്സ് ഇട്ടുകൊണ്ട് നടക്കാൻ ഒരു 6:30 അപ്പോൾ സമാനമായിട്ട് ഞാനും വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങും. അപ്പോൾ അന്നേ ദിവസം ചിലപ്പോൾ ഒരു 10 പ്രാവശ്യം പുള്ളിയെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സമാനമായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ വിചാരിക്കും, ആ ഷാജാൻ എന്ന് പോകണോ, നാളെ എത്ര മണിക്ക് വരും, ബസ്സൊക്കെ കിട്ടുമോ എന്നൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നു. ഒരു തവണ പോലും ആ മനുഷ്യൻ എന്നോട് ചോദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. പോകുന്ന സമയത്ത് മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അങ്ങനെ നടക്കും. ഞാൻ ഗേറ്റ് തുറന്നു പോകും. ഞാൻ വീട്ടിൽ ചെല്ലുന്നത് കയറും. അന്ന് ലാൻഡ് ഫോണാണ് ഉള്ളത്. വീട്ടിൽ ചെന്ന് കയറിയ ഉടനെ ഫോൺ വരും. അപ്പോൾ എനിക്കൊരു ടെലിപ്പതി വരും, ഇങ്ങനെ ആയിരിക്കുമെന്ന്. വിളിച്ചിട്ട് എന്നോട് ചോദിക്കും, ആ പോയായിരുന്നോ എന്ന് ചോദിക്കും. പോയായിരുന്നു എന്ന് ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ കാണണം, അതിന് വേണ്ടിയിട്ടാണ് പോയായിരുന്നു എന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഫോൺ ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ചായ ഉണ്ടാക്കാൻ പോയിരിക്കുക. തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഇല്ല. ഞാൻ അപ്പോഴേ അവിടെ നിന്ന് സ്ഥലം വിടും. മനസ്സിലായോ? അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ആ മനുഷ്യനോടൊപ്പം ആ മനുഷ്യൻ്റെ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ അടുത്ത് കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ആണ് ഞാൻ. മനസ്സിലായോ? ആ മനുഷ്യൻ എന്തായിരുന്നു എന്നുള്ളത് ഓരോ നിമിഷവും കാണാൻ എനിക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല, എനിക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വി എസ് ഇപ്പോഴും മറികടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വി എസ് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. വി എസ് ആശുപത്രിയിലും പോരാട്ടം തുടരുകയാണ്. വി എസ് തുടരണം. ഇനിയും വി എസ് തുടരേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ്. കാരണം വി എസിൻ്റെ ഒരു നിലനിൽപ്പ് എൻ്റെ സമര പോരാട്ടങ്ങൾക്ക് അനിവാര്യമാണ്.
എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 2001 2006 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഓരോ ദിവസവും? കാരണം നിയമസഭയുള്ള സമയത്ത് നിയമസഭയിലേക്ക് പോകുന്നു. അത് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ പത്രങ്ങളിലും അന്ന് വളരെ കുറച്ച് മാത്രം ലഭ്യമായിരുന്ന ടെലിവിഷൻ വിഷ്വൽസിലൂടെ നമുക്ക് കാണാനൊക്കെ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ട്. മുണ്ട് മടക്കി കുത്തി മല കയറുന്ന വി എസിനെ, തീരദേശത്തേക്ക് പോകുന്ന വി എസിനെ, അങ്ങനെ ആവശ്യം എവിടെയാണോ, കയ്യേറ്റം എവിടെയാണോ അവിടെ അദ്ദേഹം ഉണ്ടാകാറുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് എനിക്കതൊക്കെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് പറയാനാണ് എനിക്ക് താല്പര്യം. അതിന് ഞാനൊരു പ്രധാനപ്പെട്ട ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ മതികെട്ടാൻ എന്ന് പറഞ്ഞൊരു വനം കൊള്ളയ്ക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമരം ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. അതിൽ ഇപ്പം ചാനൽ ചർച്ചകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സിമൺ ജോസഫ് സി മാത്യു, ദേശാമാനിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരായിരുന്ന ജി ശക്തിധരൻ, യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്ന ഇ കുഞ്ഞികൃഷ്ണൻ, ഹിന്ദുവിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായിരുന്ന പി വേണുഗോപാൽ, പിന്നെ IAS ഉദ്യോഗസ്ഥനായിരുന്ന സുരേഷ് കുമാർ, ഇവരൊക്കെയായിരുന്നു ആ ടീമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പത്രം എടുത്ത് നോക്കുമ്പോഴാണ് മതികെട്ടാനിൽ വനം കൊള്ള 3000 മരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ള വാർത്ത കാണും. അപ്പോൾ തന്നെ വീസിൻ്റെ അടുത്തുകൊണ്ട് സമയത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നമുക്ക് പോകണ്ടേ ചോദിച്ചു. ഉടനെ കുഞ്ഞികൃഷ്ണൻ സാറിനെ വിളിച്ചു, സംസാരിച്ചു. ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഒരു പത്രക്കുറിപ്പ് ഉണ്ടാക്കി. അതുമായിട്ട് പിറ്റേ ദിവസം പോവുകയാണ്. പോകുമ്പോൾ എല്ലാ പത്രക്കാരും ഒരു 6-7 വണ്ടികളിലായി വി എസിൻ്റെ കൂടെയാണ്. അല്ലാതെ ഇന്നത്തെ ഈ പിണറായി വിജയൻ്റെ മുമ്പിൽ വന്ന് മൂക്കേൽ മുട്ടേ മുട്ടിച്ച് ഇരിക്കുകയും പിണറായി വിജയൻ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും പിണറായി വിജയൻ നിൽക്കാൻ പറയാൻ ഇരിക്കുകയും ചെയ്യുന്ന പത്രപ്രവർത്തകരല്ല അന്നുണ്ടായിരുന്നത്. അന്ന് മുഴുവൻ പത്രപ്രവർത്തകരും ഒരു 4-5 വണ്ടികളിലായിട്ട് വി എസിന് കൂടെ വരിക. എന്നിട്ട് അവിടെ പോയി ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിയുമ്പോൾ മതികെട്ടാൻ ഭയങ്കര കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിലേക്ക് വഴിയൊന്നുമില്ല, ഉരുളൻ കല്ലുകളാണ്. ആ ഉരുളൻ കല്ലുകളിൽ ഉള്ള ആ വഴിയിലേക്ക് പോകാനായിട്ടൊരു സാധാരണ ജീപ്പിൽ കയറിയിരിക്കുകയാണ് വി എസ്. വി എസിന് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 82 വയസ്സാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വി എസിൻ്റെ ഗൺമാനായിട്ടുള്ള റഹീമുണ്ട്. റഹീം ഇങ്ങനെ പിന്നെ ആ സീറ്റിൻ്റെ പുറകിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് മുളിച്ചിരുന്നത്. ആ ജീപ്പ് ഒന്ന് സ്കിഡ് ചെയ്താൽ തലയും കുത്തി താഴെ കിടക്കും. അപ്പോൾ എൻ്റെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നം എന്താണ്? വി എസിനെ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്. കുടുംബാംഗങ്ങളോടെല്ലാം ഉള്ള ഉത്തരവാദിത്തം എനിക്കാണ്. അവരിടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഇത് ഇത്രയും പ്രായമുള്ള ഒരാളെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാമോ എന്നൊക്കെ അവരെന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ വി എസ് നിർബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കുക ചെയ്യും. അങ്ങനെ അവിടെ ചെന്ന് അവിടെ എല്ലാം ഒരു 1.5 മണിക്കൂർ നടന്ന് കാണുകയാണ്. ഇത് ഇത്ര 80-82 വയസ്സുള്ള മനുഷ്യൻ ഇതിലൂടെ കയറി അവിടെ ചെന്ന് നടന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ് ജീപ്പിൽ. തിരിച്ചിറങ്ങുമ്പോഴും ഈ പുറകിൽ നിൽക്കുന്ന റഹീം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. റഹീമിന് താഴെ ചെന്നപ്പോഴത്തേക്കും അസ്വസ്ഥത പോലെ വന്നു. കാരണം ഒരേ പോസ്റ്റിൽ ഇങ്ങനെ 2-3 മണിക്കൂർ നിൽക്കുകയാണ്. ചെന്നിറങ്ങി കഴിയുമ്പോൾ എല്ലാവരുടെയും ദേഹത്ത് പൊടി അത് ഒക്കെ ആയിട്ട്. അപ്പോൾ വി എസിൻ്റെ കയ്യിൽ ഈ പത്രക്കുറിപ്പ് അപ്പോഴും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സമയം നമുക്ക് ഒന്ന് ഗസ്റ്റ് ഹൗസിൽ പോയി ഒന്ന് കുളിച്ചു കൊടുത്തി. ഒന്നും വേണ്ട, പത്രക്കാരെ വിളിക്കുന്നു പറഞ്ഞു. അവിടെ ഒരു കസര എടുത്തിട്ട് പത്രക്കാരെല്ലാം വന്നിരുന്നു. ഞെട്ടിപ്പോയെന്താണെന്നറിയോ? ആ പത്രക്കുറിപ്പിൽ ഞങ്ങൾ എന്താണോ വി എസുമായിട്ട് ഡിസ്കസ് ചെയ്തത് അത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അവിടെ പറയുകയാണ്. അപ്പം തന്നെ അത് TV-യിലെല്ലാം ഫ്ലാഷായിട്ട് മാധ്യമഭീകരമായിട്ട് വാർത്തയായിട്ട് വരും. പിന്നീട് എന്താ ഉണ്ടായി? പിന്നീട് 22 ദിവസം വി എസ് ആ വിഷയം എവിടെ പോയി പ്രസംഗിച്ചാലും ആ വനങ്ങളെക്കുറിച്ച് പ്രസംഗിക്കും. അവസാനം 25-ാമത്തെ ദിവസം കേന്ദ്ര ഗവൺമെൻറ് ഈ മതികെട്ടാൻ മല നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചു. ഇതാണ് ആ മനുഷ്യൻ്റെ ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ഇതിന് സമ്മർദ്ദം നേരിട്ടില്ലേ അദ്ദേഹം? ഇല്ല, അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഈ രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമരം എന്താണ് എന്ന്. ഇപ്പം എൻ്റെ അറിവിൽ ആ 5 വർഷക്കാലവും ഒരു സമ്മർദ്ദതന്ത്രവുമായിട്ട് ഒരാൾ വി എസിൻ്റെ അടുത്ത് വന്നിട്ടില്ല. എന്നല്ല, എൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല. ഏത് ഒരു അനാവശ്യ കാര്യം വി എസിനെ കൊണ്ടൊന്ന് വി എസിന് അതിനൊന്ന് പിന്മാറാൻ നിൽക്കണം എന്ന് പറഞ്ഞു ഒരാളെ എൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ ആരായിരുന്നു നമ്മൾ കണ്ടോളൂ. മനസ്സിലായില്ല? അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. പിന്നെ അതിനേറ്റവും പ്രധാനമായി വേണ്ടതാണ് ശരീരമാണ്. ശരീരം കൂടെ നിന്നാലേ, മനസ്സിൻ്റെ കൂടെ നിന്നാലല്ലേ ഈ പണി നടക്കുകയുള്ളൂ. അതെ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ യോഗയുടെ താല്പര്യം വരുന്നത്. യോഗ ചെയ്യുമായിരുന്നു സ്ഥിരം. യോഗ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അടുത്തേക്ക് ആർക്കെങ്കിലും പോകാൻ കഴിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് യോഗയിലുള്ള പരിജ്ഞാനമാണ്. യോഗയിൽ പരിജ്ഞാനമുണ്ടോ? വി എസ് എടുത്ത് ഒരു 3 മണിവരെ സംസാരിക്കും. അങ്ങനെ വി എസ് ആലുവയിലും കണ്ട് ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ ഒരു യോഗ അധ്യാപകൻ വന്നു, കണ്ടു, സംസാരിച്ചു. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു.
പഠിപ്പിക്കുക, എന്നാൽ പിന്നെ തിരുവനന്തപുരത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബി എസിനോട് പറഞ്ഞു, സാറേ സാറിന് അറിയാവുന്ന ഒരു യോഗയുടെ എന്തെങ്കിലും ഒരു ഐറ്റം ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ സീനിയറായിട്ടുള്ളൊരു യോഗ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഉടനെ തന്നെ BS എഴുതിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഷർട്ട് ഊരിയിട്ട് മുണ്ട് മാത്രം എടുത്തിട്ട് മുണ്ടിങ്ങനെ പുറകിൽ ഈ താറ് വാച്ചെന്ന് പറഞ്ഞില്ല ഇങ്ങനെ കെട്ടിയിട്ട് ഈ 2 കാലും പുറകിൽ കൂടെ എടുത്ത് കഴുത്തേക്കൂടെ ഇട്ട് കാണിച്ചു. എന്നിട്ട് നിലത്ത് കിടന്നിട്ട് ഈ വയറ് നിലത്ത് മുട്ടിയിട്ട് ഇങ്ങനെ ആടി കാണിച്ചു കൊടുത്തു. അപ്പം ഈ 2 കാലുകളും, അന്ന് എനിക്കൊന്ന് 80-81 വയസ്സാണ്, ഈ 2 കാലുകളും തോളെ കൂടെ ഇങ്ങനെ ഇട്ടിരിക്കുക. എന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് BS എഴുന്നേറ്റു, മുണ്ട് പിന്നെ മടക്കുത്തിയെല്ലാം അഴിച്ചിട്ടു, ഷർട്ടൊക്കെ ഇരുത്തിട്ട് അപ്പോൾ നമുക്ക് എപ്പോൾ തുടങ്ങാമെന്ന് ചോദിച്ചു ഇയാളോട്. ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ ചാടി എഴുന്നേറ്റിട്ട് എന്നെ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ ഞാനില്ല, ഞാൻ പോവാണ്. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ എനിക്ക് സാറിൻ്റെ പകുതി പ്രായമേ ഉള്ളൂ, പക്ഷേ സാർ ഈ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോകും. ഇതാണ് ഒരു ആർജവം, മനസ്സിലായി? ഒരു ഇത് ദിവസവും ചെയ്യുകയാണ്. ഇപ്പോൾ മതികെട്ടാനും ഞങ്ങൾ രാത്രി 2 മണിയാകുമ്പോഴത്തേക്കാണ് ആലുവ ഗസ്റ്റ് ഹൗസിൽ വരുന്നത്. 7 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷനാണ്, കാരണം 82 വയസ്സുള്ള മനുഷ്യന് ഇത്രയും ആയാസമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയല്ലേ, ഇനി വല്ല ബോധക്കേടോ വല്ലതും രാവിലെ ഉണ്ടായി കാണുമോ, സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുമല്ലോ, കാരണം 82 വയസ്സുള്ളൂ എന്ന് മാത്രമല്ല കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ എനിക്ക് വേണം. ഞാൻ അവിടെ ചെന്നിട്ട് കൊട്ടും, സഖാവേ അത് കൊട്ടും 2-3 പ്രാവശ്യം അത് കണക്കാക്കിയപ്പോൾ ഭയമാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പയ്യെ വാതിൽ തുറക്കുമ്പോൾ ഈ കൈയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തിളങ്ങുകയാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എണ്ണ തേച്ച് കുളിച്ച് യോഗയും കഴിഞ്ഞ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യനവിടെ. ഇതാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ, 52 വയസ്സ് അന്നേരം ഉള്ളപ്പോൾ എനിക്ക് 40-45 വയസ്സുള്ളതെന്ന് എനിക്കുന്നു. എന്നോട് ചോദിക്കുന്നത്, നമുക്ക് ഉമ്മൻചാണ്ടിക്ക് കത്ത് കൊടുക്കണ്ടേ, ഈ മതികെട്ടാൻ നാഷണൽ പാർക്ക് ആക്കുന്നത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിക്ക് കത്ത് കൊടുക്കണ്ടേ? ഇതാണ് ഈ മനുഷ്യൻ എന്നോട് ചോദിക്കുന്നത്, മനസ്സിലായോ? അപ്പം ഇതാണ് ആ മനുഷ്യൻ, മനസ്സിലായോ? അപ്പോൾ ആ 5 വർഷക്കാലം BS കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരുപാട് പാഠങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു വർഷം മുമ്പ് എനിക്ക് വ്യക്തിപരമായ ഉണ്ടായ അനുഭവമുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഹോട്ടലിൽ നടത്തുന്ന ആൾക്ക് എന്നെ അറിയാം. അയാൾ വന്നിട്ട് ഭാര്യ കൗണ്ടറിൽ നിൽക്കുകയാണ്. ഭാര്യയോട് പറഞ്ഞു, ഇത് വേറെന്നറിയോ, ഇതാണ് ഷാജാൻ സാറ് VS സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ VS സുഖലേ കിടക്കുക. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അപ്പോൾ അവർ പൊളിറ്റിക്സ് ഒന്നും അറിയാമെന്നല്ല, എങ്ങനെയുണ്ട് സാറേ VS എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, VS ഇത്ര പ്രായമൊക്കെ ആയില്ല, എൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, രോഗാതുരനാണ്. എടുത്ത വഴി അവരെന്നോട് ഇല്ല സാറേ VS തിരിച്ചു വരും. അപ്പം ഞാനിങ്ങനെ VS എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ പറഞ്ഞു VS തിരിച്ചു വരും. ഞാൻ പറഞ്ഞു, അതങ്ങനെ VS തിരിച്ചു വരും? VS ഇല്ല, VS തിരിച്ചു വരും. ആലോചിച്ചു, ഇത് 1-2 വർഷം മുമ്പുള്ള കാര്യമാണ്, മനസ്സിലായോ? അപ്പം ഇതാണ് സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചിത്രം, ഇതാണ്, മനസ്സിലായോ? അതിനെ അയാളെ പാകപ്പെടുത്തിയെടുത്തിയ സമയമായിരുന്നു 2001-2006. ആ 2001-2006 അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞതിന് ശേഷം കൂടെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷം പ്രതിപക്ഷ നേതാവായിട്ട് പിന്നെ ഉള്ളപ്പോൾ ഒന്നും കൂടെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രക്ഷുബ്ധമായിട്ടുള്ള, ഏറ്റവും ടുമൾട്ടുവസ് ആയിട്ടുള്ള, ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടി അയാൾ അർപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു 5 വർഷക്കാലം. ആ 5 വർഷക്കാലം എനിക്ക് അയാളുടെ കൂടെ, എനിക്ക് VSൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജം. ആ ഊർജമാണ് ഞാൻ എന്തെങ്കിലും ആണെന്നെങ്കിൽ അതിന് ഓരോ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ ഭാര്യക്കൊക്കെ ചിലപ്പോൾ അസ്വസ്ഥതകൾ വരും. കാരണം ഞാൻ അവരെക്കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അമ്മയെക്കുറിച്ചുമൊക്കെ പറയുന്നതിനേക്കാൾ ഞാൻ വികാരഭരിതനാവുന്നു ഈ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ. ഇതെന്താണിത് എന്നവർ ചോദിക്കുന്നു. പക്ഷെ അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ. അദ്ദേഹം വളരെ കർക്കശക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? വളരെ റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇത്ര കടുംപിടുത്തമൊന്നും ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല ലിയോ, അതെന്ന് വെച്ചാൽ ഈ കാർക്കശ്യം എന്ന് പറയുന്നത് അതൊരു നെഗറ്റിവിറ്റി ആയിട്ട് എനിക്ക് അങ്ങനെ VSൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 വർഷം എനിക്ക് അല്ല, ഞാൻ നെഗറ്റീവ് സെൻസിലല്ല, അല്ലല്ല, എനിക്കതൊരു നെഗറ്റിവിറ്റി ആയിട്ട് തോന്നിയിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ കർക്കശക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. VS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ബേപ്പൂർ MLA ആയിരുന്നു VKC മുഹമ്മദ് കോയ.
ഒരു ബിസിനസ്സുകാരനുണ്ടല്ലോ VK സിമോ. അപ്പോൾ VK സിമോ ഒരു ദിവസം ബി എസിനെ കാണണമെന്ന് പറഞ്ഞു വന്നു. ഞങ്ങളെല്ലാവരും കൂടി ബി എസിൻ്റെ അടുത്ത് പോയി ബി എസിനെ കണ്ടു, സംസാരിച്ചു. തിരിച്ചിറങ്ങി വന്ന് മുറിയിലിരിക്കുമ്പോൾ VK സി എന്നോട് പറഞ്ഞു, VK സിമോ പറഞ്ഞു, ഷാജാൻ സാബ് ഞാൻ ഒരു കാര്യം കൂടി ബി എസിൻ്റെ അടുത്ത് പറയാൻ മറന്നു പോയി. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പോയി പറഞ്ഞു. അയ്യോ ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. നമ്മുടെ എന്താ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അല്ല ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ബി എസ് എടുത്ത് പോകാൻ പറ്റില്ല, ഷാജാനൂടെ വരണം എന്ന് പറഞ്ഞിട്ടാണ് വി എസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിസ്വരും ദരിദ്രരുമായിട്ടുള്ള ജനങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും മാത്രമേ മനുഷ്യൻ്റെ മനസ്സിലുള്ളൂ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ പണക്കാരനെയൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതൊക്കെ ഈ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. ഇപ്പം ടാറ്റയ്ക്കെതിരായിട്ടുള്ള സമരം അദ്ദേഹത്തിന് വലിയ സമരമായിരുന്നു. ടാറ്റയുടെ അനധികൃത ഭൂമി കൈയേറ്റം 50,000 ഏക്കറിൻ്റെ. അപ്പം ടാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് ഇടപെടുന്ന ഒരാളുണ്ട്, അയാളുടെ പേര് പറയുന്നില്ല. അയാളാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം കൈകാര്യം ചെയ്യുന്ന അയാളാണ്, ടാറ്റയുടെ ഒരു ഉദ്യോഗസ്ഥൻ. അതിന് വേണ്ടിയിട്ടാണ് അയാൾ വെച്ചിരിക്കുന്നത്. അയാൾ ഒരു ദിവസം ബി എസിനെ കാണാൻ വരുന്നു. ബി എസിനെ കാണാൻ വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ കയ്യിൽ ഒരു പാക്കറ്റ് തേയിലയുണ്ട്. തേയിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 500-1000 രൂപ എല്ലാം വരും. അതവിടെ കൊണ്ട് ബി എസിൻ്റെ മേശപ്പുറത്ത് വയ്ക്കുന്നു. വെച്ചിട്ട് ബി എസുമായിട്ട് സംസാരമെല്ലാം കഴിഞ്ഞിട്ട് സാറേ എന്നാൽ പിന്നെ പോട്ടെ എന്ന് പറയുന്നു. പറഞ്ഞ ഉടനെ ബി എസ് ആ ഇരിക്കുന്നത് എന്താ, അത് സാറിന് കൊണ്ടുവന്നൊരു പാക്കറ്റ് തേയില, അതും കൂടെ എടുത്തോണ്ട് പോയിക്കോ കേട്ടോ. ഒരു 500-1000 രൂപയുടെ ഒരു സാധനമാണ്, ഒന്നുമല്ല. ഇന്നത്തെ CPM നേതാക്കന്മാരാണെങ്കിൽ അത് എടുത്ത് പോക്കറ്റിലിട്ടിട്ട് പിന്നെ ഒരു 4 പാക്കറ്റ് ഭാര്യയ്ക്കും മക്കളും കൂടെ വേണമെന്ന് പറയുന്നിടത്താണ് ഈ പാക്കറ്റും കൂടെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പാവപ്പെട്ടവന് വേണ്ടി ഇല്ലാത്തവന് വേണ്ടിയും അയാളെ സ്വയം സമർപ്പിച്ചതിൽ നിന്ന് ഉണ്ടാകുന്ന ചില പെരുമാറ്റ രീതികളാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല 5 വർഷക്കാലം എന്നോട് രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നോട് വ്യക്തിഗതമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ അമ്മയും അച്ഛനും കൂടെ എപ്പോഴും ഒരു തവണയോ മറ്റോ പി എസിനെ കണ്ടിട്ട് പരാതി പറയാൻ വന്നു എന്നെക്കുറിച്ച്, എൻ്റെ സേർട്ട് വലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു സാധാരണ ഇത് പ്രശ്നമാകട്ടോ അത് ചെയ്യരുത് എന്ന് പറഞ്ഞതല്ലാതെ ഒരിക്കൽ പോലും വ്യക്തിപരമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് ഈ മനുഷ്യൻ എന്നോടൊന്നും പറയുന്നില്ലല്ലോ. ഇതെന്താണ് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു പെരുമാറ്റ രീതി എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. എനിക്ക് തോന്നണ്ടേ, എനിക്ക് തോന്നിയിട്ടില്ല. അല്ല വേറൊരു കാര്യം, ഇപ്പോൾ വി എസിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പണ്ട് വീഡിയോ വലിക്കുമായിരുന്നു. അത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തിയതാണെന്നും കേട്ടിട്ടുണ്ട്. അതായത് കെട്ടുകണക്കിന് വീഡിയോ വലിക്കുമായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. 55 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ് എന്താ പാർട്ടി സെക്രട്ടറി ആയിരുന്നാണ് എനിക്ക് ഓർമ്മയുള്ളത്. പടി കയറി പോകുന്ന സമയത്ത് പിന്നെ ശ്വാസം മുട്ടൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിനെ നോക്കിയൊരു 2-3 പതിറ്റാണ്ട് കാലം നോക്കിയ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഭരചന്ദ്രൻ. ഭരചന്ദ്രനോട് അദ്ദേഹം ഏതു തരത്തിൽ അച്ചടക്കത്തോടുകൂടിയാണ് പെരുമാറുന്നത് കണ്ടു നമ്മൾ ഞെട്ടിപ്പോകും. ഒരു കുട്ടിയെ പോലാണ് ഭരചന്ദ്രൻ ഡോക്ടർ പറയുന്ന കാര്യങ്ങളിരുന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നത്. എനിക്കറിയാം, ഇപ്പോഴും ഭരചന്ദ്രൻ ഡോക്ടർ എൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഭരചന്ദ്രൻ ഡോക്ടർ ആയിരുന്നാണ് അന്ന് എൻ്റെ ഓർമ്മ. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നൊരു 10-25-30 ബീഡിയെങ്കിലും ഒരു ദിവസം വലിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പടി കയറി പോകുമ്പോഴത്തേക്കും ശ്വാസം മുട്ടൽ വന്നു. ശ്വാസം മുട്ടൽ വന്നപ്പോഴത്തേക്കും ഭരചന്ദ്രൻ ഡോക്ടറാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സാറേ ഇത് ശരിയാവില്ല, നിർത്തണം എന്ന് പറഞ്ഞു. അന്ന് നിർത്തി. ഇത് തലേ ദിവസം വരെ 25-30 ബീഡി വലിക്കുന്ന ആൾ അന്ന് ഒറ്റ ദിവസം കൊണ്ട് വി എസ് ബീഡി വലി നിർത്തി. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണ് ലിയോ, ഇന്നത്തെ ഒരു സമകാലിക രാഷ്ട്രീയ ജീവിതത്തിൽ വി എസിനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റില്ല. വി എസ് പുന്നപ്പുറ വയലാർ സമരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ടോ, അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ യാത്രയിൽ? അതായത് അതിൽ എന്നോട് വി എസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്ന എന്ത് കാര്യം ഞാൻ വി എസിനോട് ചോദിക്കുമായിരുന്നു. എനിക്ക് അതിനൊരു ഇൻഹിബിഷൻ ഇല്ലായിരുന്നു. അത് ഞാൻ വി എസുമായിട്ട് വർക്ക് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു കെമിസ്ട്രി ആയിരിക്കാം. അപ്പോൾ ഞാൻ ഒരു ദിവസം വി എസിനോട് ഈ വയലാർ പുന്നപ്പുറ സമരം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ മൂന്നാറിൽ ജയിലിൽ പോയി കിടന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യൻ്റെ ഒരു എളിമ എന്താണെന്നറിയോ, അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നറിയോ, ആ കാലെടുത്തൊരു മേശപ്പുറത്തോട്ടങ്ങ് വെച്ചു. കണ്ടോന്ന് ചോദിച്ചു. നോക്കുമ്പോൾ ഒരു പാടാ കാലയിൽ. അപ്പം ഞാൻ ചോദിച്ചു എന്താ സവായി? അപ്പോഴാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ മൂന്നാറിൽ മറ്റേ അവിടെ ജയിലിൽ കൊണ്ടിട്ടു. ജയിലിൽ കൊണ്ടിട്ടിട്ട് ഈ ജയിലിൻ്റെ അഴിയേൽ കാല് കെട്ടിവെച്ചു.
ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഒരു പോലീസുകാരൻ ബയണറ്റുമായിട്ട് പുറകോട്ട് ഓടിയിട്ട് ഓടി വന്ന് ഈ ബയണറ്റ് കൊണ്ട് കാല് കുത്തി. പറഞ്ഞു, ഷാജഹാൻ വെള്ളച്ചാട്ടം പോലെയാണ് ചോര ഒഴുകി വന്ന്, വെള്ളച്ചാട്ടം പോലെ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ച സാറേ? അതിന് ബോധം കെട്ട് പോയപ്പോൾ ഒരു ചാക്കിലെടുത്ത് കെട്ടി ആര് VS-നെ എവിടെയും കൊണ്ട് വലിച്ചെറിയാൻ. അന്നാണ് ഒരു കള്ളൻ, കോലപ്പൻ എന്ന് പറഞ്ഞൊരു കള്ളൻ ഈ പോലീസുകാരനോട് പറഞ്ഞു, ഇത് വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണ്, ഇത് വല്ല ചാക്കിലൊക്കെ കൊണ്ടുപോയിട്ട് വല്ലയിടത്തും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കലാപം ഉണ്ടാവും, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ആ പോലീസുകാരൻ ഈ കള്ളൻ കോലപ്പൻ പറഞ്ഞത് കേട്ടിട്ടാണ് VS-നെ കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കി. VS രക്ഷപ്പെട്ട് പിന്നെ നമുക്ക് ഈ VS-നെ പിന്നെ തിരിച്ചു കിട്ടുന്നതിൻ്റെ കാരണം അതാണ്, മനസ്സിലായി? ഇന്നത്തെ സമകാലിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിതശൈലിയൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ VS തെളിഞ്ഞ് വരുന്നത്. ഇപ്പോൾ 1940-കളിൽ, ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ 40-കളിൽ ഇപ്പോൾ പിന്നെ കർഷകരെ സംഘടിപ്പിക്കാനായിട്ട് വിടും, 5 രൂപ കൊടുത്ത് വിടും. 3 ദിവസം കഴിയുമ്പോൾ 5 രൂപ തീരും. ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം പോകും, VS പോകില്ല. VS എന്ത് ചെയ്യും? VS 4 മണിയാകുമ്പോൾ കുളത്തിൽ കുളിക്കാൻ ചെന്നിറങ്ങിയിട്ട് ആ കുളത്തിൽ കിടന്നുകൊണ്ട് മുണ്ടും ജുബ്ബയെല്ലാം കൂടി കഴുകി അയയിൽ ഉണക്കാനിടും. ഇത് 3-4 മണിക്കൂർ കുളത്തിൽ കിടന്നിട്ട് ആ മുണ്ടും ജുബ്ബയും ഉണങ്ങി കഴിയുമ്പോൾ അതിട്ടുകൊണ്ട് VS അടുത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകും. അതാണ് VS അച്യുതാനന്ദൻ, മനസ്സിലായത്? അപ്പോൾ ആ VS അച്യുതാനന്ദൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഇനി ഒരു ശക്തിക്കും നമ്മുടെ സമൂഹത്തിൽ അതുപോലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. സാധാരണക്കാരുടെ നേതാവാണ്, സാധാരണക്കാർ എപ്പോഴും നെഞ്ചിക്കൊണ്ട് കിടക്കുന്ന ആളാണ് VS-നെ ഏറ്റവും സ്വാധീനിച്ച രാഷ്ട്രീയ നേതാവ് P. കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തെ CPM-ലേക്ക് കൊണ്ടുവരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ച നേതാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? P. കൃഷ്ണപിള്ളയാണോ? അല്ല, അങ്ങനെ വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും അത് P. കൃഷ്ണപിള്ളയാണെന്നുള്ളത് പലതവണ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ VS എന്ന് പറഞ്ഞാലുണ്ടല്ലോ, VS-ൻ്റേതായിട്ടുള്ള പല പ്രവർത്തന ശൈലികളും പിന്നെ തന്നെത്താനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരുന്നു, മനസ്സിലായില്ലേ? ഇപ്പം മലമ്പുഴയിൽ മത്സരിക്കുമ്പോൾ പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാണല്ലോ. ഇപ്പോൾ മുണ്ടിങ്ങനെ നിലത്തിങ്ങനെ കിടക്കും. അപ്പോൾ വോട്ട് പിടിക്കാനായിട്ട് ചെന്ന് ഒരു പിന്നെ ഈ പിന്നോക്കക്കാർ താമസിക്കുന്ന ഒരു കോളനി എന്നാലും പറയുന്നത് ശരിയല്ല, അവിടെ പോയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ തുറന്നു നിൽക്കുകയാണ്. ഒരു 10-200 സ്ത്രീകളും പുരുഷന്മാരും വന്നിട്ട് ഇങ്ങനെ കാലെ തൊട്ടിട്ട് പോവുക. അവരെല്ലാവരും VS നിൽക്കുക. ഇതെന്താണിത്? മനുഷ്യനൊരു രാഷ്ട്രീയം. അപ്പോൾ ആ രാഷ്ട്രീയ നേതാവിനെ ഈ ജനങ്ങൾ എന്തുമാത്രം നെഞ്ചേറ്റി എന്നുള്ളതാണ്. ഇപ്പം ഒരു യോഗത്തിന് ഒരു 300-400 പേര് ഒരു ഹാളിൽ യോഗത്തിന് ഇതിലേക്ക് VS കടന്നു വരുമ്പോൾ ബലൂൺ വീർക്കുന്ന പോലാണ് ആളുകൾ എഴുന്നേൽക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു യോഗത്തിന് പങ്കെടുക്കുകയാണെങ്കിൽ പിണറായി വിജയൻ വരുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. പക്ഷേ ഞാൻ എൻ്റെ ശാപിച്ചുകൊണ്ടായിരിക്കും ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ ചിലപ്പോൾ എഴുന്നേൽക്കും, ചിലപ്പോൾ തൊഴുന്നൊക്കെ ഇരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ വേറെ വല്ലതായിരിക്കും പറയുന്നത്. പക്ഷേ VS അച്യുതാനന്ദൻ അന്ന് ഒരു യോഗത്തിന് വരുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നിൽക്കുന്നവരെല്ലാവരും അവരറിയാതെ എഴുന്നേറ്റ് പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബലൂൺ വീർക്കുന്ന പോലെ ആളുകൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ നിലയിൽ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടത്, ജനങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് കയറേണ്ടത്, അവിടെ കുടികൊള്ളേണ്ടത് എങ്ങനെയാണ്, അവർക്ക് വേണ്ടി ഇതാണ്. എന്തെങ്കിലും VS അച്യുതാനന്ദൻ എടുത്ത തീരുമാനത്തെക്കുറിച്ചോ പറഞ്ഞ വാക്കുകളെക്കുറിച്ചോ പശ്ചാത്തപിച്ച് കണ്ടിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ VS അച്യുതാനന്ദൻ ഏറ്റെടുത്തിട്ടുള്ള ചില പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് വെട്ടിനിരത്തൽ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. വെട്ടിനിരത്തൽ എന്ന് പറഞ്ഞ് VS-നെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി. അവസാനം 8-10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ തണ്ണീർത്തടങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്ന സമയത്ത് തണ്ണീർത്തടങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സമരമായിരുന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു. അപ്പം പല കാര്യങ്ങളും VS ചെയ്യുന്ന സമയത്ത് വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പിന്നീട് അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ യുവ നേതാക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, അവരെക്കുറിച്ച് പറയുമ്പോൾ ആരെയായിരുന്നു അദ്ദേഹം കൂടുതൽ വിശ്വസിച്ചിരുന്നത്? അല്ല, അങ്ങനെയൊന്നും VS അങ്ങനത്തെ ഒരു ആളല്ല VS. എന്തായാലും 2001-2006 കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് പറയാം. 2001-2006 കാലഘട്ടത്തിൽ
VS ഞങ്ങളൊരു 5-6 പേരെയാണ് വിശ്വസിച്ചത്. എന്നെ മാത്രം എന്ന് ഞാൻ പറയില്ല. കാരണം ഞാനതിനകത്ത് എനിക്ക് അഭിമാനം തോന്നുന്നൊരു കാര്യം ഞാൻ ലിയോട് പറയാം. ഞാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് VS ആയിട്ട് ഇടപെട്ട് പോകാനും VSനെ കൈകാര്യം ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുള്ള ആളായിരുന്നില്ല ഞാൻ. കാരണം ഞാൻ 5 വർഷക്കാലം പ്ലാനിംഗ് ബോർഡിൽ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് JNUവിൽ നിന്ന് ഞാൻ MPhil എടുത്തത്. എനിക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ പോരാ എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയതായിട്ട് ഞാൻ പറഞ്ഞത്. ആ ഗ്രൂപ്പിലൂടെയൊക്കെ വളർന്നു വന്ന് ഇപ്പോൾ വലിയ ആളായിട്ട് നിൽക്കുന്ന ആളാണ് ജോസഫ് സി മാത്യു ഒക്കെ. മനസ്സിലായി. അന്നൊരു IT കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അന്ന് അത് അവിടുന്ന് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് VSനെ കാണാൻ വന്ന ആളാണ് ജോസഫ് സി മാത്യു. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിൻ്റെ ചേട്ടൻ KN ഹരിലാൽ CDSലെ അധ്യാപകനായിരുന്നു. ആ ഹരിലാലായിരുന്നു പിന്നെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പിന്നെ ജോസഫ് സി മാത്യു ആയിരുന്നു IT-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഓൺലൈൻ ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് സുരേഷ് കുമാറായിരുന്നു. പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തിരുന്നത് G ശക്തിധരനായിരുന്നു. പരിസ്ഥിതി കൈകാര്യം ചെയ്തിരുന്നത് P വേണുഗോപാലും ഈ കുഞ്ഞികൃഷ്ണൻ കൂടെയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഗ്രൂപ്പിനെയാണ് VS അന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത്. ആ ഞങ്ങൾ VSനെ എന്നോട് നീതി പുലർത്തി. അതുകൊണ്ട് VS മുഖ്യമന്ത്രിയാവുന്നതിൽ വളരെ നിർണായകമായൊരു പങ്ക് വഹിച്ചത് ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു സംഘമായിരുന്നു. അതിൽ കുറച്ച് ഒരു പക്ഷേ ഒരു 1-2 ഡിഗ്രി കൂടുതൽ പ്രാധാന്യം എനിക്ക് ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഞാനായിരുന്നു അന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. മനസ്സിലായി. മറ്റുള്ളവരൊന്നും VSൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ആളുകളായിരുന്നില്ല. പക്ഷേ അതൊരു വലിയ പ്രവർത്തനമായിരുന്നു. അതിന് സമാനതകളില്ല. അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തത് തന്നെയാണ്. TP ചന്ദ്രശേഖരൻ്റെ വധം അദ്ദേഹത്തിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഒരുപക്ഷെ പിന്നെ ഞാനുള്ളപ്പോഴല്ല അത് പിന്നീട് 2012-ലാണ്. പക്ഷേ VSനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചലിപ്പിച്ച ഒരു സംഭവം, VSൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ VSനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചലിപ്പിച്ച സംഭവം TP ചന്ദ്രശേഖരൻ്റെ വധമായിരിക്കും എന്നുള്ള കാര്യത്തിലായിരുന്നു. കാരണം VSൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു TP. സ്ഥിരമായി VSുമായിട്ട് കാണുകയും ഫോണിൽ സംസാരിക്കും. ആ മനുഷ്യനെ VSൻ്റെ സ്വന്തം പാർട്ടിക്കാർ തന്നെ 51 വെട്ടി കൊന്നു എന്നുള്ളത് VSന് ഒരു ഘട്ടത്തിലും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ VS രമയുടെ വീട്ടിൽ പോയി കെട്ടിപ്പിടിച്ച് കരയുന്ന ഫോട്ടോ ഉണ്ട്, നമുക്ക് മറക്കാൻ കഴിയില്ല. അവിടെ പോയതെപ്പോഴാണ്? നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടക്കുന്ന ദിവസമാണ് പോകുന്നത്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്ന ദിവസം VS രമയുടെ അടുത്ത് പോകുന്നിടം വരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. പിന്നെയാണ് പോളിംഗ് അങ്ങോട്ട് കയറിയത്. മനസ്സിലായി. ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ശെൽവരാജ് എന്ന് പറഞ്ഞ ആൾ UDFന് സ്ഥാനാർത്ഥിയായിരുന്നാലും ജയിച്ചതിൽ പോലും ഇത് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പം VSനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇല്ലാത്ത കാലഘട്ടത്തിലായിരുന്നെങ്കിൽ പോലും VSനെ ഇത്രയും കൂടുതൽ മാനസികമായി ചലിപ്പിച്ച ഇതുപോലൊരു സംഭവം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടില്ലേ? പാർട്ടിക്കെതിരായി അദ്ദേഹം നീങ്ങി എന്നുള്ള പേരുദോഷം കേട്ടിട്ടില്ലേ? അല്ല ലിയോ, അതൊന്നും അങ്ങനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണ് പാർട്ടി താല്പര്യം എന്നുള്ളതാണ് പ്രധാനം. പാർട്ടിക്ക് മുകളിലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ എന്താണ് പാർട്ടി, ആരാണ് പാർട്ടി, ആരുടേതാണ് പാർട്ടി താല്പര്യം? പാർട്ടി താല്പര്യം എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയുടെ താല്പര്യമാണോ, അതോ പാർട്ടി താല്പര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുന്ന ലക്ഷക്കണക്കിന് അണികളുടെ താല്പര്യമാണോ? ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ വിഷയങ്ങളിലെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഉള്ള പാർട്ടിയുടെ താല്പര്യവും പ്രത്യയശാസ്ത്രവും എല്ലാ കാലത്തും സംരക്ഷിച്ച ആളാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ പാർട്ടി ദുഷ്പ്രഭുത്വത്തിൻ്റെ രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയാണ് VS എതിർത്തിട്ടുള്ളത്. അതല്ലാതെ VSൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി പിന്നെ VS എവിടെയെങ്കിലും എത്തിച്ചേരാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തിനെതിരായി നിലപാടെടുത്തു എന്ന് എനിക്കനുഭവമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പിണറായി വിജയന് വളരുവാൻ വഴിയൊരുക്കിയത് VS ആണ് എന്ന്. അതായത് ഈ VS LDF കൺവീനർ ആയിരുന്ന സമയത്ത് പിന്നെ പാർട്ടിക്ക് അന്ന് കാറുകളൊക്കെ കുറവാണല്ലോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ VS കണ്ണൂരിലേക്ക് പോകാൻ പരിപാടിയിടുന്നത് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് അറിയും. അന്ന് ഈ പിണറായി 42 വണ്ടിയായിട്ട് നടക്കുന്ന പിണറായി അല്ല അന്നത്തെ പിണറായി. അന്നത്തെ പിണറായി എന്ന് പറയുന്നത് പിന്നെ കണ്ണൂരത്തെ ഒരു നേതാവായിരുന്നു, ഇങ്ങനത്തെ ജില്ലാ സെക്രട്ടറി. അപ്പോൾ VSൻ്റെ കൂടെ കാറിൽ പോകാൻ വേണ്ടിയിട്ട് VS പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കൻ്റോൺമെൻറ്റ് ഹൗസിലെ വരാന്തയിൽ വന്ന് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരുന്ന ആളാണ് പിണറായി വിജയൻ. എന്നിട്ട് VSൻ്റെ കൂടെ കയറി ആ കാറിൽ കണ്ണൂർ പോയി ഇറങ്ങിയ ആളായിരുന്നു. ആരാണ് പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് നിർദ്ദേശിച്ചത്?
നൺ അതർ ദാൻ വി എസ് ആണ്. വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു ഹിമാലയൻ മണ്ടത്തരം, ഒരു ഹിമാലയൻ ബ്ലണ്ടർ, ഒരു ആന മണ്ടത്തരം അതായിരുന്നു എന്നുള്ളതല്ല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ദിവസം 3 പ്രാവശ്യമെങ്കിലും വി എസിനെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. ശംഖുമുഖത്ത് നടന്ന പ്രസംഗം അത് മനസ്സിലുണ്ടാവില്ലേ? പരാമർശങ്ങൾ സ്വാഭാവികമാണല്ലോ. അതുപോലെ എത്ര അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ മനസ്സിൽ. പിണറായി വിജയനെ എന്നോടുള്ള പകയെന്ന് പറയുന്നത് തന്നെ എന്താണ്? എന്നെ 2017 8 ദിവസം വെറുതെ ജയിലിൽ പിടിച്ചിട്ട് എന്തിനാണ്? ഞാൻ വി എസ് അച്യുതാനന്ദന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ. എന്നെ പാർട്ടിയിൽ നിന്ന് വാർത്ത ചോർത്തി എന്ന് പറഞ്ഞ് പുറത്താക്കിയത് എന്തിനാണ്? എന്ത് തെളിവുണ്ടായിട്ടാണ്? അന്ന് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിനെന്ത് തെളിവാണ് ഞാൻ ചോദിക്കുന്നത്? ഈ പാർട്ടിക്ക് ഞാൻ വാർത്ത ചോർത്തി എന്നുള്ളതിന് എന്ത് തെളിവാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഒരു തെളിവും അതിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ വി എസിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഒരൊറ്റ മുൻവൈരാഗ്യം കൊണ്ട് മാത്രമാണ് എന്നോട് ആ പക കാണിച്ചത്. കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ വി എസിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 10 വർഷമായിട്ട് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. കാരണം ഞാൻ അന്ന് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ 2006 മുഖ്യമന്ത്രി ആയനെ, 2011 പ്രതിപക്ഷ നേതാവായനെ. അപ്പോൾ 10 വർഷമാണ് ഞാൻ കാരണം പിണറായി വിജയൻ്റെ ജീവിതത്തിൽ അധികാരം പോയത്. ആ പകയാണ് എന്നോട് തീർത്തത്. വി എസ് അച്യുതാനന്ദൻ വിപ്ലവ സൂര്യൻ ഉപയോഗിച്ച് ഏറെ പഴകിയ ഒരു ക്ലീഷയാണ്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു വാക്കുണ്ടെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഈ ഒരു 40-45 മിനിറ്റോ ഒക്കെ അപര്യാപ്തമാണ്. ഇതൊരല്പം നീണ്ടുപോയി ഈ എപ്പിസോഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും വി എസിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അത് സാധാരണക്കാരുടെ നേതാവാണ്. അദ്ദേഹം രംഗത്ത് നിന്നും വിശ്രമ ജീവിതത്തിലേക്ക് മാറിയിട്ട് കാലമേറെയായി എങ്കിൽ തന്നെയും ഇപ്പോഴും ഓരോ ദിവസവും കമ്മ്യൂണിസ്റ്റുകാർ, അടിയുറച്ച് വിശ്വസിക്കുന്ന പല കമ്മ്യൂണിസ്റ്റുകാരും ഇന്നും പറയുന്നുണ്ട് വി എസ് ഇന്ന് രംഗത്തുണ്ടായിരുന്നു എങ്കിൽ എന്ന്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമാണ്, പ്രസക്തിയാണ്. നഷ്ടപ്പെടാത്ത ഇനി ഒരിക്കലും വി എസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാവം കേരളത്തിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.